നമ്മൾ ഓടിക്കുന്ന വണ്ടിയെ നമ്മൾ സ്നേഹിക്കുക, പൊന്നുപോലെ കൊണ്ടു നടക്കുക. വണ്ടി നമ്മളെ തിരിച്ച് അതേപോലെ സ്നേഹിക്കും, നമ്മളെ സേഫാക്കി വയ്ക്കും. അത് എൻ്റെ ഇത്രയും വർഷത്തെ റൈഡിങ് എക്സ്പീരിയൻസ് എനിക്ക് അനുഭവമുള്ളതായിട്ടുള്ളതാണ്. വെൽക്കം ബാക്ക് ടു സണ്ണി സൈഡ്. അങ്ങനെ 2025 അവസാനിക്കുകയായി. എൻ്റെ കൂടെ 4 വർഷവും 10 മാസമായിട്ട് നടന്നിരുന്ന ഇവനെ ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഭയങ്കര സമാധാനപരമായിട്ടൊരു വണ്ടി. എന്തായാലും ഇവനെ കൊടുത്തു കഴിയുമ്പോൾ ഞാനിത് ഇവനെ മിസ് ചെയ്യുന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഞാനൊരു ചെറിയൊരു അപ്ഗ്രേഡ് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ ഓട്ടം കൂടുതലും ഹൈവേസിലാണ്. അപ്പോൾ വെറുതെ 2 വണ്ടി വാങ്ങി വെച്ച് ഹൈവേസിന് വേണ്ടി മാത്രം അങ്ങ് വീട്ടിൽ വെച്ച് കളയണ്ടെന്ന് വിചാരിച്ചു. വണ്ടി തിരിച്ച് ഞാൻ സ്റ്റോക്ക് ആക്കിയിട്ടുണ്ട്. മിക്കവാറും ഫോഗ് ലാംപ്സ് ഞാൻ അയച്ചെടുക്കും. ഇപ്പോൾ എടുക്കുന്ന വണ്ടിന് മിക്കവാറും ഞാൻ എടുത്ത് ഫിക്സ് ചെയ്യും. സ്റ്റോക്കിൽ നിന്ന് മാറി നിൽക്കുന്നത് ഈ കാണുന്ന ഹാൻഡിൽ ബാർസും പിന്നെ കാണുന്ന മിറേഴ്സും പിന്നെ ബാക്കിൽ കാണുന്ന ലഗേജ് റാക്കുമാണ്. ഒരു ബയ്യറായിട്ടൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. ഞാൻ ഈ ഒരാഴ്ചയാണ് തീരുമാനിച്ച വണ്ടി കൊടുത്തേക്കാം എന്നുള്ളത്. അതുകൊണ്ട് എൻ്റെ ചാനലിൽ തന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തേക്കാം എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഒഫീഷ്യലി എൻ്റെ 2021 മാർച്ച് മോഡൽ ഹോണ്ട CB350 ഇത് ഡീലക്സ് വേരിയൻ്റ് ആണ്. ഹാൻഡിൽ ബാർ സ്വിച്ചസ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിനകത്ത് ബ്ലൂടൂത്ത് ഇല്ലാത്ത വേരിയൻ്റ് ആണ്. പക്ഷേ എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്നേ വരെ ഈ വണ്ടിയുടെ ബ്ലൂടൂത്ത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഉപകാരം സത്യം പറഞ്ഞാൽ തോന്നിയിട്ടില്ല. നിങ്ങളൊരു ഹെൽമെറ്റ് ബ്ലൂടൂത്ത് ഇൻ്റർകോം ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് മോർ ദൻ എനഫ്. നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊരു വണ്ടി പ്രാന്തനായിരിക്കും. അല്ലാണ്ട് നിങ്ങൾ ഈ ചാനൽ കാണേണ്ട ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ എൻ്റെ വണ്ടി പ്രാന്ത് എവിടെ നിന്ന് വന്നു, എങ്ങനെ ഉത്ഭവിച്ചു എന്നുള്ളതൊക്കെ ഒരു വെറുതെ ഇങ്ങനെ പറഞ്ഞു പോകാമെന്ന് ഞാൻ വിചാരിച്ചു. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു ബൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറോ ഹോണ്ടയുടെ CD100 ആണ്. ഞാനന്ന് 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുകയാണ്. ഒബ്വിയസ്ലി ഞാനന്ന് ചെറുതാണ്. എനിക്കത് ഭയങ്കര വലിപ്പമായിട്ടുള്ള വണ്ടി തോന്നിയിട്ടുള്ളത്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ കൂടുതലും എൻ്റെ അപ്പൂപ്പന്മാരൊക്കെയാണ് ബുള്ളറ്റ് കൊണ്ട് നടന്നിരുന്നത്. അതുകൊണ്ട് എനിക്കെന്തോ ബുള്ളറ്റ് കാണുമ്പോൾ പ്രായമായ ആൾക്കാർ കൊണ്ടു നടക്കുന്നൊരു വണ്ടി എന്നൊരു ഫീലാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. കൂടുതലും നാട്ടിൽ പോകുമ്പോഴൊക്കെയാണ് എനിക്ക് ബൈക്കുകൾ കാണാൻ കിട്ടുക. അതിൽ കോമൺ ആയിട്ട് എല്ലാവരും അതിലുണ്ടായിരുന്ന വണ്ടിയായിരുന്നു ഹീറോ ഹോണ്ടയുടെ CD100. അങ്ങനെ എനിക്ക് വണ്ടിയോടുള്ള താല്പര്യമൊക്കെ കണ്ടിട്ട് ഞാൻ എപ്പോൾ മാമന്മാർ വീട്ടിൽ വന്നു കഴിഞ്ഞാലും സെൻട്രൽ സ്റ്റാൻഡ് ഇട്ട് തരുമെന്ന് ചോദിക്കും. ആദ്യം ഗിയർ ലീവറിലുള്ള കളിയായിരുന്നു. ന്യൂട്രൽ ലൈറ്റ് കാണാൻ വേണ്ടി ഇങ്ങനെ ഗിയർ മാറി മാറി കളിക്കും. പിന്നീട് ഇൻഡിക്കേറ്റേഴ്സ് ഓൺ ചെയ്യും. പണ്ടത്തെ എല്ലാ വണ്ടികളിലും ഇൻഡിക്കേറ്റേഴ്സിന് ഒരു സൗണ്ട് ഉണ്ടാവുമല്ലോ, ബസർ സൗണ്ട്, അത് കേൾക്കാൻ വേണ്ടി. പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ എന്നോട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ആഗ്രഹം തോന്നി തുടങ്ങി. അപ്പോഴാണ് ഞാൻ കൂടുതലും സെൻട്രൽ സ്റ്റാൻഡ് തരാൻ വേണ്ടി പറഞ്ഞിരുന്നത്. അപ്പോൾ ഇങ്ങനെ കിക്ക് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ CD100 ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പാടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ തീരെ പറ്റായിക എന്നൊന്നുമില്ല. അങ്ങനെ CD100 സ്റ്റാർട്ടാക്കി ആ ഒരു ഐഡ്ലിങ് റബ്ബിങ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. ഈ ഹോണ്ട CD100 എന്നുള്ളത് എല്ലാവരുടെയും വണ്ടി ഹീറോ ഹോണ്ട സ്പ്ലെൻഡറായി. അത് കുറേ കൂടി ലൈറ്ററാണ്. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. ഇപ്പോഴും എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ CD100 എനിക്ക് തോന്നുന്നു സ്പ്ലെൻഡറിനേക്കാളും ഹൈറ്റ് കൂടുതലാണ്, വെയിറ്റും കൂടുതലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സ്പ്ലെൻഡർ ആയപ്പോഴേക്കും കുറേ കൂടി ലൈറ്റായി. അപ്പോഴേക്കും ഞാൻ കുറച്ച് വലുതായി. അപ്പോൾ എനിക്ക് കയറി നിന്ന് വണ്ടി സ്റ്റാൻഡ് മാറ്റാൻ പറ്റുന്ന പ്രായമൊക്കെ ആയി തുടങ്ങി. അപ്പോൾ ഇതേപോലെ എനിക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ തരുമായിരുന്നു. അപ്പോഴും വണ്ടി ഓടിക്കാനുള്ള ഇതൊന്നുമില്ല, ഓടിക്കാൻ എനിക്ക് അറിയത്തുമില്ല, ഓടിക്കാൻ സമ്മതിക്കത്തുമില്ല. സ്പ്ലെൻഡർ സൈഡ് സ്റ്റാൻഡൊക്കെ മാറ്റി കിക്ക് സ്റ്റാർട്ടൊക്കെ ചെയ്ത് ഇങ്ങനെ വെറുതെ റബ് ചെയ്ത് നിർത്തും. അങ്ങനെ എനിക്ക് തോന്നുന്നു ഞാനൊരു 8ാം ക്ലാസ്സൊക്കെ ആയപ്പോഴായിരിക്കണം എൻ്റെ അമ്മാവനാണ് എൻ്റെ ബാക്കിലിരുന്നിട്ട് എനിക്ക് വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കുന്നത്. ഇതൊന്നും റോട്ടിലല്ല കേട്ടോ, അതൊക്കെ നാട്ടും പുറത്ത്. ഇന്നും നാട്ടും പുറമൊന്നും ഇല്ലയെന്ന് തന്നെ പറയാം. നമ്മുടെ പറമ്പിലിരുന്നാണ് ഈ ഓടിച്ച് പഠിക്കുന്നത്. അങ്ങനെ ഓടിച്ച് പഠിച്ചു. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മാവനും എൻ്റെ ചേട്ടനാണ് വണ്ടി പ്രാന്തിട്ടുള്ള എൻ്റെ വടി വെട്ടി തന്നത്. എനിക്ക് ആദ്യമായിട്ട് ഓടിക്കാൻ കിട്ടുന്ന വണ്ടി ഈ പറയുന്ന സ്പ്ലെൻഡർ തന്നെയാണ്. അത് കഴിഞ്ഞ് ഞാനൊരു 12th ഒക്കെ ആയപ്പോഴേക്കും എനിക്ക് ലൈസൻസ് കിട്ടി. ലൈസൻസ് കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം ഓടിക്കുന്ന വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുസുക്കിയുടെ സാമുറായാണ്. എൻ്റെ മോനെ, അതൊരു 1.5 വണ്ടിയായിരുന്നു. പറയത്തക്ക വലിയ പവറൊന്നുമില്ല, പക്ഷേ ആ 2 സ്ട്രോക്കിൻ്റെ ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊരു അന്യായ ഫീൽ തന്നെയായിരുന്നു. ഇതെൻ്റെ ഒരു ചേട്ടൻ്റെ വണ്ടിയായിരുന്നു. അത് കൊടുത്തിട്ടാണ് പുള്ളി യമഹയുടെ ലിബേറോ G5 എടുക്കുന്നത്. അതിനാണെങ്കിൽ മൈലേജിൻ്റെ അയ്യര് കളിയാണ്. പവറെന്ന് പറഞ്ഞാൽ ഒരു സാധനമില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് പെട്രോളിന് 40 സംതിങ് ഒക്കെ ഉള്ളൂ. 50 രൂപയ്ക്ക് അടിച്ചാൽ സ്വർഗമാണ്, എസ്പെഷ്യലി ലിബേറോ പോലത്തെ വണ്ടികളൊക്കെ. ആ സമയത്തപ്പോൾ എൻ്റെ ചേട്ടൻ്റെ കയ്യിൽ പൾസർ 150 ഉണ്ട്. നമ്മുടെ GTSI അല്ല കേട്ടോ, DTSIക്ക് മുന്നത്തെ മോഡൽ. അതൊരു 2003 ചേട്ടൻ ആ വണ്ടി എടുക്കുന്നത്. ആ സമയത്തും എനിക്ക് പൾസർ സ്റ്റാർട്ടാക്കാൻ തരുമായിരുന്നു. സെൽഫ് സ്റ്റാർട്ട് എന്നൊക്കെ പറഞ്ഞാൽ അന്ന് ലക്ഷറിയാണ്. അന്നും പൾസറിന് സെൽഫ് സ്റ്റാർട്ട് ഉണ്ട്, പക്ഷെ അത് 180 ടോപ്പ് എൻഡ് മോഡലിന് മാത്രമാണ് സെൽഫ് സ്റ്റാർട്ട് വന്നുകൊണ്ടിരുന്നത്. എനിക്കൊണ്ട് ഞാൻ വളരെ കൗതുകത്തോടെ ഇരുന്ന് കാണുന്നത് നമ്മുടെ TVS അപ്പാച്ചെ RTR അല്ല, TVS അപ്പാച്ചെ 160 ഉണ്ട്. അതിലാണ് അലോയ്സും ഈ പറഞ്ഞ സെൽഫ് സ്റ്റാർട്ടൊക്കെ ഞാനൊരു വണ്ടിയിൽ വളരെ കൗതുകത്തോടെ നോക്കുന്നത്. അങ്ങനെ പൾസർ എനിക്ക് സ്റ്റാർട്ടാക്കാൻ തരുമായിരുന്നു. പിന്നെ സ്പ്ലെൻഡർ ഓടിച്ച് ശീലമുള്ളതുകൊണ്ട് എനിക്ക് ഇടയ്ക്ക് വീടിൻ്റെ പ്രൈവറ്റ് റോഡിൽ മാത്രം ഫ്രണ്ടിലും ബാക്കിലും എനിക്കൊരു ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ അതിനപ്പുറത്തേക്ക് പോകാനില്ല. അങ്ങനെ ഞാൻ കുറച്ച് നേരം ഓടിച്ച് കടന്നു. അങ്ങനെ ഞാനൊരു 12th ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് ലൈസൻസ് കിട്ടി കഴിഞ്ഞപ്പോൾ എൻ്റെ ചേട്ടന് പെട്ടെന്ന് യമഹയോട്ടൊരു ഭ്രാന്ത് കയറി. അങ്ങനെ എൻ്റെ വീട്ടിൽ എൻ്റെ ചേട്ടൻ ഒരു 96 മോഡൽ RXG എടുത്തു. RXG എടുത്തപ്പോൾ പുള്ളി കംപ്ലീറ്റ്ലി ഒരു 2 സ്ട്രോക്ക് ഫാനായി കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ പൾസർ എനിക്ക് തന്നിട്ട് പോയി. അവിടെ നിന്നാണ് എൻ്റെ വണ്ടിപ്രാന്തിൻ്റെ ആ മൂർധന്യാവസ്ഥ എത്തുന്നത്. അന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വണ്ടി മെയിൻറ്റെയിൻ ചെയ്യാനൊന്നും അറിയില്ല. പെട്രോൾ അടിക്കുക, ഓടിക്കുക എന്നല്ലാണ്ട് ചെയിൻ മെയിൻറ്റെയിൻ ചെയ്യണം,
സർവീസിന് കൊടുക്കണം, ഇതൊന്നും എനിക്കറിയില്ല. ഇതൊക്കെ എനിക്ക് പറഞ്ഞു തന്നെ എൻ്റെ ചേട്ടനാണ്. പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യണം, ചെയിൻ ലൂബ് ചെയ്യണം. അന്നത്തെ വണ്ടികൾക്കൊക്കെ പിന്നെ ചെയിൻ കവർ ഉണ്ട് കേട്ടോ. ഇന്നത്തെ വണ്ടികൾക്ക് എവിടെയാണ് ചെയിൻ കവർ ഉള്ളത്? അന്നുള്ള ചെയിൻ കവറൊക്കെ അഴിച്ച് കളയുമായിരുന്നു ആൾക്കാർ. ആ സമയത്ത് ഒരു ട്രെൻഡായിരുന്നു ഒരു കുട്ടി മിറർ. ആകെ ഇത്ര ഉണ്ടാവുള്ളൂ, ഒരു സാധനം കാണാൻ പറ്റില്ല. എന്നാലും വെറുതെ മിററൊക്കെ വാങ്ങി വെച്ച് സൈലൻസർ, എക്സോസ്റ്റ്, അത്യാവശ്യം നല്ല സൗണ്ടായിരുന്നു അത്. ആ എക്സോസ്റ്റും വെച്ചുകൊണ്ടാണ് ഞാൻ നടന്നുകൊണ്ടിരുന്നത്. ഹെൽമെറ്റ് വേണം നിർബന്ധം, അങ്ങനത്തെ റൂളുകളൊന്നുമില്ല. അപ്പോൾ കൂടുതലും സമയം ആ ഒരു 2005 കാലഘട്ടത്തിലൊക്കെ ഹെൽമെറ്റൊന്നും അങ്ങനെ കാര്യമായിട്ട് ഇട്ടിട്ടില്ല. എനിക്ക് 2007-8 കാലഘട്ടത്താണെന്നുണ്ട് ഹെൽമെറ്റ് റൂൾ നിർബന്ധമായിട്ട് കേരളത്തിൽ വരുന്നത്. അന്ന് മുതൽ കംപ്ലീറ്റ്ലി ഹെൽമെറ്റ് ഇട്ട് തന്നെ ഓടിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഹെൽമെറ്റ് ഇട്ട് യൂസ് ടു ആയി. പിന്നെ ഹെൽമെറ്റിലാണ് വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇപ്പോഴും ചിലപ്പോൾ ഞാൻ അപ്പുറത്തെ റോഡ് വരെയൊക്കെ പോകണമെങ്കിൽ ഹെൽമെറ്റ് എടുത്തിടും. അതൊരു ശീലമായി പോയതാണ്. ഇവരൊക്കെ അതൊരു നല്ല ശീലം തന്നെയാണ്. ഹെൽമെറ്റ് ഇല്ലാണ്ട് ആരും വണ്ടി ഓടിക്കരുത്, എസ്പെഷ്യലി ഇന്നത്തെ കാലത്തൊക്കെ. റോഡ് നിറച്ചും വണ്ടികളാണ്. അപ്പോൾ എന്ത് സംഭവിക്കും നമുക്കൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ പൾസർ ഒരു കൊല്ലം കൊണ്ട് നടന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിരിപ്പ് കാരണം, പഠിപ്പിൽ മാർക്ക് കുറഞ്ഞത് കാരണമൊക്കെയാണ് അച്ഛൻ പറഞ്ഞു വണ്ടി അങ്ങോട്ട് വിറ്റ് കളയാൻ പറഞ്ഞു. അച്ഛൻ വണ്ടി എടുത്ത് വിറ്റ് കളഞ്ഞു. അങ്ങനെ കുറച്ച് കാലം വണ്ടി ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ലിബറോ G5 എനിക്ക് കിട്ടുന്നത്. അത് സ്വർഗമായിരുന്നു വണ്ടി. പവറൊന്നുമില്ല, പക്ഷെ ഭയങ്കര മൈലേജാണ്. ഒരു 50 രൂപയ്ക്ക് മണപ്പിച്ചാൽ സുഖസുന്ദരം നിന്ന് ഓടാൻ നോക്കും. അങ്ങനെ ലിബേറോ ഒരു 3-4 മാസം കൊണ്ടു വന്നപ്പോൾ എൻ്റെ ദയനീയ അവസ്ഥ കണ്ടിട്ട് എൻ്റെ അച്ഛന് മനസ്സിലവ് തോന്നിയിട്ട് എൻ്റേതായ ഒരു ആദ്യത്തെ വണ്ടി എനിക്ക് മേടിച്ചു തന്നു. അതാണ് 2007 മോഡൽ അപ്പാച്ചെ RTR 160 മഞ്ഞ കളർ. ആഡ് കണ്ടു, ഇഷ്ടപ്പെട്ടു, പോയി ബുക്ക് ചെയ്തു, വണ്ടി എടുത്തു. എനിക്കിന്നും ഓർമ്മ, ഞാൻ ആ വണ്ടി ടെസ്റ്റ് റൈഡ് കൂടി ചെയ്തിട്ടില്ല. ടെസ്റ്റ് റൈഡ് എന്ന് പറഞ്ഞ ഓപ്ഷനെ ആരും ഒന്നും അന്തകാലത്തൊന്നും ചോദിക്കാറ് കൂടിയില്ല. വണ്ടി ഡിസ്പ്ലേക്ക് ഇരിക്കുന്നുണ്ടാവും, കണ്ടു, ഇഷ്ടപ്പെട്ടു, എടുത്തു. ആ സമയത്ത് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പൾസർ 200 ഉണ്ടായിരുന്നു. ആ പൾസർ 200 റെഡ് കളറായിരുന്നു, എൻ്റെ യെല്ലോ കളറായിരുന്നു. അങ്ങനെ രണ്ടുപേരും മാറി മാറി കൊണ്ടു നടക്കുകയായിരുന്നു പരിപാടി. പൾസർ 200 ഒരു 1.5 വണ്ടിയായിരുന്നു കേട്ടോ. അത് പറയാൻ തന്നെ വേണം. 220 ഫാൻസ് ആയിരിക്കും കൂടുതലുണ്ടാവും. പക്ഷേ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പൾസർ 200 ആയിരുന്നു 220യേക്കാളും കുറേ കൂടി ഇഷ്ടം. അപ്പോൾ ആ 200ഉം എൻ്റെ അപ്പാച്ചി RTRും. പിന്നെ ആ സമയത്താണ് 2009 എൻ്റെ ഫ്രണ്ട് നമ്മുടെ FC16 എടുക്കുന്നത്. അമ്പടാ അതിൻ്റെ ആ ടയർ കണ്ട് മാത്രമാണ് ഞങ്ങൾ പോയിട്ട് ആ വണ്ടി ബുക്ക് ചെയ്തത്. അങ്ങനെ ഞാനൊരു ഭയങ്കര യമഹ ഫാനായി. എനിക്ക് തോന്നുന്നു 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ ആ വണ്ടി കൊടുത്തു. ആ വണ്ടി കൊടുത്തിട്ട് ഞാനും ഒരു ഓറഞ്ച് കളർ FC എടുത്തു. അങ്ങനെ ഒരു 3-4 കൊല്ലം FC കൊണ്ട് കടന്നു. അങ്ങനെ കുറച്ച് കാലം ഞാൻ പ്രവാസ ജീവിതമൊക്കെ ആയിരുന്നു. പ്രവാസ ജീവിതം തുടങ്ങിയ സമയത്ത് ഞാൻ ആ വണ്ടി കൊടുത്തിട്ടാണ് പോയത്. അപ്പോഴും RX വീട്ടിലുണ്ട്. RX കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. RX അവിടെ വീട്ടിൽ ചേട്ടനും ആ സമയത്ത് പഠിക്കാനൊക്കെ ആയിട്ട് കാനഡയിൽ പോയി. അപ്പോഴും RX കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മളത് ഗ്രീസിലൊക്കെ മുക്കി വെച്ച്, അത് ക്രോം പാർട്സ് കംപ്ലീറ്റ് ഗ്രീസിൽ മുക്കി വണ്ടി കയറ്റി അങ്ങോട്ട് വെച്ചു. ഞാനൊരു 1.5 കൊല്ലം സംതിങ്ങൊക്കെ പ്രവാസിയായിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്കെന്തോ അത് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ തിരിച്ച് നാട്ടിലോട്ട് പോകുന്നു. അങ്ങനെ RX പിന്നെയും തിരിച്ചിറക്കി. അങ്ങനെ നാട്ടിൽ ജോലിക്ക് കയറിയ സമയത്താണ് എനിക്ക് കരിസ്മയുടെ ഒരു അന്ത് കയറുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കരിസ്മ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡ്രീം ബൈക്കായിരുന്നു. അങ്ങനെ 2015 ഞാനൊരു യൂസ്ഡ് കരിസ്മ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മേടിച്ചു. പുള്ളി ദുബായിക്ക് പോകുമായിരുന്നു. അപ്പോൾ പുള്ളി ഉപയോഗിച്ചിരുന്ന വണ്ടി ഞാൻ മേടിക്കുകയാണ് ചെയ്തത്. അത് കൂടിപ്പോയി എനിക്ക് 3-4 മാസം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടാവും. അത് ഞാൻ വണ്ടി കൊടുത്തു. അങ്ങനെ ഞാൻ ജോലി സംബന്ധമായിട്ട് ബാംഗ്ലൂർക്ക് വന്നു. ആ സമയത്ത് എൻ്റെ ഒരു RX ഉണ്ട്, എൻ്റെ അനിയത്തിൻ്റെ ഒരു ആക്റ്റീവ ഉണ്ടായിരുന്നു. അത് ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. ആ സമയത്താണ് എൻ്റെ ഒരു കൂട്ടുകാരൻ അവൻ എന്നിൽ R15 എന്ന പ്രാന്ത് കയറ്റിക്കൊണ്ടിരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് R15 യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇവൻ ഈ പുകഴ്ത്തി R15 എനിക്ക് വല്ലാത്ത സ്നേഹമായി. അങ്ങനെ R15 യൂസ്ഡ് ഞാൻ മേടിച്ചു. ആ ഒരു വണ്ടി മാത്രമാണ് എനിക്കൊരു പണി തന്നു എന്ന് പറയാനുള്ളൂ. അത് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. നമ്മൾ ഏത് വണ്ടിയാണെങ്കിലും, ബൈക്കാണെങ്കിലും കാറാണെങ്കിലും, ഞാൻ കൂടുതൽ മോട്ടോർ സൈക്കിൾ കണ്ടൻസ് ചെയ്യുന്നതുകൊണ്ട് ബൈക്കിനെ കുറിച്ചാണ് കൂടുതൽ സംസാരിക്കുന്നത്. അതേത് വണ്ടിയാണെന്നുണ്ടെങ്കിലും നമ്മൾ പ്രോപ്പർലി നമ്മുടെ വണ്ടി നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി നമുക്ക് പണി തരില്ല. അത് ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യമാണ്. ഇവനാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ 4 വർഷവും 10 മാസമായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. ഇന്നേ വരെ ടച്ച് വുഡ് ഇന്നേ വരെ എന്നെ ഒരു ആപത്തിലും കൂടെ ചാടിച്ചിട്ടില്ല. ആകെ ഒരു തവണ, അത് ഞാൻ എൻ്റെ കയ്യിലിരിപ്പ് കാരണം ഓഫ് റോഡ് പോയതാണ്. ഒരു കുത്തനെ കയറ്റത്തിൽ കയറിയിരുന്നപ്പോൾ എനിക്ക് പിടിച്ചിട്ട് കിട്ടിയില്ല. എനിക്ക് ഓബ്വിയസ്ലി ഹൈറ്റ് കുറവായതുകൊണ്ട് എനിക്ക് കാല് കുത്താനും പറ്റിയില്ല. ഞാൻ വണ്ടി നിന്നിട്ട് ചാടി, അത്രേ ഉള്ളൂ. വണ്ടിക്കോ എനിക്കോ ഒന്നും പറ്റിയില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ സാധനയുടെ ക്രാഷ് കാർഡ്സ് ഉള്ളതുകൊണ്ട്, ഈ ഹാൻഡ് കാർഡ്സ് ഉള്ളതുകൊണ്ട് വണ്ടി കംപ്ലീറ്റ്ലി സേഫ് ആയിരുന്നു. ആ ഒരൊറ്റ വീഴ്ചയാണ് ഞാൻ ഈ വണ്ടിയിൽ നിന്ന് വേണ്ടിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഏതൊരു വണ്ടി, എസ്പെഷ്യലി നമ്മുടെ ബൈക്സൊക്കെ കൊണ്ടു നടക്കുമ്പോൾ നമ്മൾ പ്രോപ്പർലി അവനെ മെയിൻറ്റെയിൻ ചെയ്യും. ചിലർക്ക് അവരവരുടെ വണ്ടികളെ അവൻ എന്നൊക്കെ പറയും. എനിക്ക് അവൻ എന്ന് പറയാനാണ് ഇഷ്ടം. ചിലർക്ക് അവരുടെ ഗേൾഫ്രണ്ടിനെ കാണാൻ പോലെ ആയിരിക്കും ബൈക്കിനെ കാണാം. പക്ഷെ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ചങ്ക് പടിയിൽ സംസാരിക്കുന്ന എൻ്റെ ബൈക്കുകളെ കൊണ്ടു നടക്കുക. ഞാൻ ഇവൻ എടാ എന്നൊക്കെയാണ് ഞാൻ പറയാറ്. കാരണം എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവൻ കൊണ്ടു നടക്കുന്ന ഒരു സാധനമാണ് അവൻ. അതുകൊണ്ട് ആ ഒരു റെസ്പെക്റ്റും ആ ഒരു സ്നേഹവും എനിക്ക് ഞാൻ കൊണ്ടു നടക്കുന്ന വണ്ടികളോട് എപ്പോഴും ഉണ്ട്. അത് കാറായാലും ശരി, ബൈക്കായാലും ശരി. ബൈക്ക് എസ്പെഷ്യലി, കാരണം റിസ്ക് കൂടുതൽ ബൈക്കിനാണല്ലോ. നമ്മൾ ഓടിക്കുന്ന വണ്ടിയെ നമ്മൾ സ്നേഹിക്കുക, പൊന്നുപോലെ കൊണ്ടു നടക്കുക. വണ്ടി നമ്മളെ തിരിച്ച് അതേപോലെ സ്നേഹിക്കും, നമ്മളെ സേഫാക്കി വയ്ക്കും. അത് എൻ്റെ ഇത്രയും വർഷത്തെ റൈഡിങ് എക്സ്പീരിയൻസ് എനിക്ക് അനുഭവമുള്ളതായിട്ടുള്ളതാണ്. അപ്പോൾ കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, R15 കൊണ്ടുവരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ജോലിയുടെ സ്ട്രെസ്സും സമയമില്ലായ്മ അങ്ങനത്തെ പല പ്രശ്നങ്ങൾ കാരണം എനിക്ക് വണ്ടിയെ തിരിഞ്ഞു നോക്കാൻ പറ്റിയില്ല.
ആ സമയത്ത് ഞാൻ ബാംഗ്ലൂർക്ക് മാറിയിട്ടേ ഉള്ളൂ. എനിക്ക് പരിചയമുള്ള ഗറാജസ് ഒന്നുമില്ല. പിന്നെ ബാംഗ്ലൂർ ആയതുകൊണ്ട് തന്നെ സർവീസ് സെൻ്ററൊക്കെ അവിടെ എവിടെയൊക്കെയാണ് കിടക്കുന്നത്. സർവീസ് നെറ്റ്വർക്കും ഭയങ്കര കുറവായിരുന്നു. അതുകൊണ്ട് ഈ വണ്ടി എനിക്ക് മര്യാദയ്ക്ക് പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരിക്കാം വണ്ടിയെ ഞാൻ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്തു. ജസ്റ്റ് വാഷിംഗ് മാത്രമാണ് ഞാൻ പ്രോപ്പർലി ചെയ്തുകൊണ്ടിരുന്നത്. വേറെ സർവീസും കാര്യമായിട്ടൊന്നും പ്രോപ്പർ ആയിരുന്നില്ല. ജസ്റ്റ് ഒരു റാൻഡം ചെക്കപ്പ് പോലെ ചെയ്യും കൊണ്ട് നടക്കുന്നതല്ലാണ്ട് ഞാൻ വണ്ടിയെ അങ്ങനെ ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. വേറെ ഒന്നുമല്ല പറഞ്ഞു തരുന്നത്. 2018 ആ വണ്ടിയിൽ എനിക്കൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു. ദൈവം സഹായിച്ച് എനിക്കൊന്നും പറ്റിയില്ല. ഇടി കൊണ്ട ആൾക്ക് ഒരു TVS 50 ആണ് ഓടിച്ചിരുന്നത്. പുള്ളി ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ചെന്ന് തലയടിച്ചാണ് പുള്ളി വീണത്. തലയൊന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു. കാലിനെന്തോ ഒടിവുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കേസായി, പുക്കാറായി, ഒന്നും പറയണ്ട. അതോടുകൂടി എനിക്ക് ആ വണ്ടി തന്നെ പുറത്തുപോയി. അങ്ങനെ ഞാൻ അത് വണ്ടി കൊടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇന്നും എനിക്ക് R15 എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റോ ഒന്നും തന്നെ ഇപ്പം ഇല്ല. എന്ന് വെച്ചാൽ R15 തീരെ മോശമെന്നൊരു വണ്ടിയാണെന്നല്ല കേട്ടോ. ഞാൻ മര്യാദയ്ക്ക് കെയർ കൊടുക്കാത്തതുകൊണ്ട് ആ വണ്ടി എനിക്ക് പണി തന്നതാണ് ഞാൻ എന്നും വിശ്വസിക്കുന്നത്. ആക്സിഡൻറ്റിന് ശേഷം ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നു. അവിടെ നാട്ടിൽ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കോവിഡ് വന്നു കഴിഞ്ഞാൽ ബിസിനസ് ആകെ തകിടം മറിഞ്ഞു. അങ്ങനെ ബിസിനസ് ഷട്ട് ഡൗൺ ചെയ്തു. അങ്ങനെ 2020 ഞാൻ കല്യാണം കഴിക്കുന്നത്. കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ വണ്ടിപ്രാന്ത് തിരിച്ചറിഞ്ഞ എൻ്റെ ഭാര്യ എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന ബൈക്ക് ഭ്രാന്തനെ പിന്നെ അങ്ങ് ഉണർത്തി. അപ്പോഴും എൻ്റെ ഒരു RX കേട്ടോ. RX ഞാൻ കൊടുത്തിട്ടില്ല. പക്ഷേ RX ഒക്കെ ആ സമയമായപ്പോഴേക്കും ഞാൻ ജസ്റ്റ് വീക്കെൻഡ് മാത്രം പുറത്തേക്ക് ഇറക്കുന്ന ഒരു വണ്ടി, ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് ഞാൻ എത്തി. കാരണം അതുകൊണ്ട് റൈഡ് പോവാം. കാരണം ഒബ്വിയസ്ലി ലൈറ്റ് വെയിറ്റ് വണ്ടിയാണ്. ഹൈവേസിലൊക്കെ വണ്ടി ഓവർടേക്ക് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് കാറ്റ് പിടിക്കുക. ഞാൻ തീരെ കംഫർട്ടബിൾ ആയിരുന്നില്ല. അങ്ങനെ എൻ്റെ വണ്ടി പ്രാന്ത് കണ്ടിട്ട് എന്നോട് വൈഫ് പറഞ്ഞു നമുക്ക് ബൈക്ക് ഒരെണ്ണം മേടിക്കാം. അപ്പോൾ ഞാൻ കരുതി ഓക്കെ വൈഫിനെയും കൊണ്ട് പോകണം. അപ്പോൾ പില്ലിയൻ കംഫർട്ടുള്ള വണ്ടിയായിരുന്നു എൻ്റെ പ്രയോറിറ്റി. ഭയങ്കര സ്പീഡിൽ പോകണം. ആ ഒരു വട്ട് കോളേജ് സമയത്തൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് അടങ്ങി. എഫേർട്ട്ലെസ്ലി സമാധാനപരമായിട്ട് പില്ലിനെയും വെച്ചുകൊണ്ട് ക്രൂസ് ചെയ്യണം. അതായിരുന്നു എൻ്റെ പ്രയോറിറ്റി. അങ്ങനെ ഞാൻ ആ സമയത്ത് ഇറങ്ങിയത് 2021 മാർച്ചിലാണ് ഞാൻ വണ്ടി എടുക്കുന്നത്. 2021 ജാൻ മുതൽ വണ്ടികൾ നോക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഷോർട്ട് ചെയ്ത 2 വണ്ടികളായിരുന്നു മീറ്റിയോർ 350 ഈ കാണുന്ന ഹോണ്ട ഹൈനസ്. മീറ്റിയോറിൻ്റെ സീറ്റിംഗ് പോസ്റ്റർ എസ്പെഷ്യലി പില്ലിയൻ കംഫർട്ട് ഒരു രക്ഷയില്ല കമ്പയർ ടു ഹൈനസ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ പില്ലിയൻ കംഫർട്ട് തീരെ കുറവാന്ന് തന്നെ പറയാം. പക്ഷേ എനിക്കെന്തോ ഓടിച്ചിട്ടൊരു കണക്ഷൻ കിട്ടിയത് ഹൈനസ് ഓടിച്ചിട്ടാണ്. പിന്നെ കൂടുതലൊന്നും ആലോചിക്കാൻ നിന്നില്ല. നേരെ പോയിട്ട് ഹൈനസ് അങ്ങോട്ട് ബുക്ക് ചെയ്തു. അവർ പറഞ്ഞതൊരു 1.5 മാസം കൊണ്ട് ഡെലിവറി സമയം എടുക്കുന്നു. നല്ല അത്യാവശ്യം നല്ല ബുക്കിംഗ് ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു മാസത്തിനുള്ള വണ്ടി കിട്ടി. അവിടെ നിന്ന് വണ്ടി എടുത്തു. പിന്നെ അങ്ങോട്ട് ഓരോന്ന് ചെയ്യാൻ തുടങ്ങി. വണ്ടി എടുത്ത് എനിക്ക് ഒരു 6 മാസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ചാനൽ ഞാൻ തുടങ്ങുന്നത്. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ വലിയൊരു ഭാഗമാണ് എൻ്റെ വണ്ടി. എൻ്റെ ചാനൽ തുടങ്ങുമ്പോൾ തൊട്ട് എൻ്റെ കൂടെയുള്ള എൻ്റെ വണ്ടിയാണ്. ഈ വണ്ടിയിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ യാത്ര ഇതുവരെ ചെയ്തിട്ടുള്ളത്. ചാനൽ തുടങ്ങിയിട്ട് 30,300 കിലോമീറ്റേഴ്സ് ക്ലോക്ക് ചെയ്തിട്ടുണ്ട്. അതിനെനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരു 2000 അല്ലെങ്കിൽ 3000 കിലോമീറ്റർ മാത്രമായിരിക്കും ഞാൻ സിറ്റീസിൽ ഓടിച്ചിട്ടുണ്ടാവും. ബാക്കി കംപ്ലീറ്റ് ഹൈവേസിലാണ്. അത് മെജോറിറ്റിയും ബാംഗ്ലൂർ കൊച്ചി ബാംഗ്ലൂറാണ് എൻ്റെ കൂടുതൽ ഓട്ടവും. ആ 4 വർഷവും 10 മാസത്തെ യാത്ര ഉടനെ അവസാനിക്കുന്നതായിരിക്കും. കാരണം ഈ വണ്ടി കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. അടുത്തൊരു ചോദ്യമായിരിക്കും ഏതാ വണ്ടി അടുത്ത് എടുക്കാൻ പോകുന്നതെന്നുള്ളത്. യെസ്, അത് വരുന്നുണ്ട്. വണ്ടി ഓൾറെഡി ഞാൻ എടുത്തു. വണ്ടി കുറച്ച് മിനുക്ക് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ വണ്ടിയല്ല, യൂസ്ഡ് വണ്ടിയാണ് ഞാൻ എടുത്തത്. എനിക്ക് ആ ഒരു വണ്ടി തന്നെ വേണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തപ്പി പിടിച്ച് നടക്കുകയായിരുന്നു. ഒരു 2 മാസം ഞാൻ തുടങ്ങിയിട്ട്. അങ്ങനെ ഫൈനലി ഒരു നല്ലൊരു വണ്ടി എനിക്ക് കിട്ടി. അതിൻ്റെ കുറച്ച് മിനുക്ക് പണിയിലാണ്. ഇത് കണ്ടുള്ള അടുത്ത വീഡിയോ നമ്മുടെ പുതിയ വണ്ടിയിൽ തന്നെയായിരിക്കും. സ്റ്റോക്ക് എക്സോസ്റ്റ് ഞാൻ ഇന്നലെയാണ് എടുത്ത് വെച്ചത്. കണ്ടോ, ഞാനിപ്പോൾ ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്ന് കൃഷ്ണഗിരി വരെ വന്നു തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആവറേജ് മൈലേജ് കണ്ടോ 37. ഇതാണ് എനിക്ക് ഈ വണ്ടി ഭയങ്കര ഇഷ്ടം. ഞാൻ പറഞ്ഞില്ല, നാട്ടിലൊക്കെ പോകുന്ന സമയത്ത് ഒരു ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് കഴിഞ്ഞാൽ ഞാൻ നാടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ 80, 90, 100 ഒരു 50 ഗിയറിലിട്ടൊക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊരു ഫുൾ ടാങ്ക് പെട്രോളിൽ ഞാൻ ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്ന് നാട്ടിൽ കൊച്ചിയിൽ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അതൊന്നും എനിക്കിനി എടുക്കാൻ പോകുന്ന വണ്ടിയിൽ ചിന്തിക്കാൻ കൂടി പറ്റില്ല. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ വണ്ടിയെ പൊന്നുപോലെ സ്നേഹിക്കുക. വണ്ടി നിങ്ങളെ തിരിച്ച് സ്നേഹിക്കും. അങ്ങനെ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കാരണം എൻ്റെ അനുഭവങ്ങൾ അതാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. എൻ്റെ ചെറിയ വണ്ടിപ്രാന്തും എൻ്റെ ഹോണ്ട CB350 കുറിച്ചുള്ള കഥയായിരുന്നു ഈ വീഡിയോയിൽ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻസിൽ അറിയിക്കാം. ഇനിയൊരു വീഡിയോ കാണുന്നവരെ ദിസ് ഈസ് മീ സണി. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. റൈഡ് സേഫ്. ബൈ.